ഹലോ ഗൈസ്, അപ്പോൾ ഒറ്റ മൈൻഡ് ഞങ്ങളത് നെല്ലിയാമ്പതിക്ക് പോവാണ്. കാറിലാരൊക്കെ കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. ഈ ഒരു ജേർണീനെ പറ്റി പറയാൻ കറൻ്റ് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്ന് കോടാലി എന്ന ഗ്രാമത്തിൽ ഒരു 5:30-ക്കാണ് ഞങ്ങൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് കഥകളുണ്ട്. അതായത് നമ്മളിത് മുൻകൂട്ടി കുറേ നാൾ മുമ്പൊന്നും പ്ലാൻ ചെയ്തതല്ല കേട്ടോ. പെട്ടെന്ന്, അതായത് തലേ ദിവസം നമ്മൾ രാത്രി 11 മണിക്കൊക്കെ എല്ലാവരും കസിൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ട് വൈബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു പ്ലാനായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും സൺഡേ അവൈലബിൾ ആണ്. അപ്പോൾ ഉള്ളൂർ, അവിടെ ഉള്ളവരെല്ലാവരും അവൈലബിൾ ആണ്. നമ്മൾ നാളെ തന്നെ വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതി. അത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിനടുത്താണല്ലോ. അപ്പോൾ പോയി വരാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു ജസ്റ്റ്. അപ്പോൾ ഞങ്ങളത് വൈബ് ചെയ്ത് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, ലുക്ക് അറ്റ് ദിസ് പ്ലേസ് ഗായ്സ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അപ്പം പാലക്കാടിൻ്റെ സൗന്ദര്യം പിന്നെ പറഞ്ഞറിയിക്കേണ്ടല്ലോ, അത്രയും അടിപൊളിയായിരുന്നു. നല്ല ഗ്രീനറി ആയിരുന്നു. ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു, പക്ഷെ കഴിക്കാനായിട്ട് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഇല്ല. അപ്പോൾ ടെക്നോളജിയാണ്, ടെക്നോളജി. അപ്പോൾ ദാ ചേട്ടൻ്റെ ഇലയൊക്കെ എടുത്ത് പോയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് ഓൾറെഡി ഉണ്ണിച്ചേച്ചി ബ്രേക്ക്ഫാസ്റ്റും ദെൻ ചട്നി ദെൻ ചായ ഇതെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ദോശ, ചട്നി, അതും ഈ ഗ്രീനറിയുടെ ഇടയിൽ നിന്ന് കഴിക്കുക, വെള്ളച്ചാട്ടത്തിനിടയിൽ നിന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നു. കാരണം എനിക്കിഷ്ടമാണ് ഇപ്പോഴും നേച്ചറിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഐ ലൈക്ക് ടു ബി വിത്ത് നേച്ചർ. എനിക്ക് ആ ഒരു ഗ്രീനറി, ആ ഒരു പോസിറ്റിവിറ്റിയാണ് എനിക്ക് എപ്പോഴും കിട്ടാറ്. സോ ആർക്കൊക്കെ ഇങ്ങനെ ഗ്രീനറി ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ദെൻ വെള്ളച്ചാട്ടത്തിലെന്ന് പറയുകയാണെങ്കിൽ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. ദെൻ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പയ്യെ കാറിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഇത് കണ്ട കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ വിൻഡോ സൈഡിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക വിൻഡോ സീറ്റാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പയ്യെ പോവാൻ. സീനറി അപ്പോൾ ഇറ്റ്സ് ഫുൾ വൈൽഡ്, അടിപൊളിയായിരുന്നു അല്ലേ. നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റായിരുന്നു. വിചാരിച്ച അത്രയും ചൂടായിരുന്നില്ല, പക്ഷെ നല്ലൊരു, ഞാനിടയ്ക്ക് റീലൊക്കെ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ അവരുടെ അടുത്ത്. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ നെല്ലിയാമ്പതി എത്തി. ഇനി നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളെ ഞാൻ കുറച്ച് സ്പോട്ടുകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ അടുത്ത് കുറച്ച് അമ്പലവും പിന്നെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അവിടെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കോടൊക്കെ ഉള്ളതുകൊണ്ട് ഹൈ ടെക്നോളജി ആണല്ലോ, അതുകൊണ്ട് നമുക്ക് വെയിലൊന്നും അടിച്ചില്ല. ദെൻ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. വാവയ്ക്ക് സ്പാനിഷ് ഡിലൈറ്റാണ് മേടിച്ച, ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയാണ്, പക്ഷേ ഐസ്ക്രീം നന്നായി കഴിച്ചോളും. ഇപ്പം ഞാനും ആ ഗണത്തിൽപ്പെടുന്നതാണ്. കേശവൻപാറ വ്യൂ പോയിൻ്റ്, അത് നമ്മൾ കാടിൻ്റെ അകത്ത് കൂടെയാണ് പോകേണ്ടത് കേട്ടോ. ആ ഒരു വ്യൂ പോയിന്റിൽ എത്തണമെങ്കിൽ നമുക്ക് ശരിക്കും പേടിയാവും, കാരണം നമ്മളൊരു കൊടുങ്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ ഒരു ഫീലാണ്. ദെൻ ചേട്ടൻ എന്നെ കുറേ പേടിപ്പിച്ചു, കരടിയും പന്തിയൊക്കെ വരുന്നു വിചാരിച്ചിട്ട്. പിന്നെ നമ്മളിങ്ങനെ ധൈര്യപൂർവ്വം അങ്ങോട്ട് പോവുക, അതാണല്ലോ ലൈഫ്. എനിക്കെപ്പോഴും അഡ്വഞ്ചേഴ്സ് ഇഷ്ടമുള്ള ടൈപ്പാണ്. 100 മീറ്റേഴ്സ് നടന്നിട്ടാണ് പിന്നെ അവിടെ മനസ്സിലായി ഇറ്റ്സ് വർത്ത്. ലുക്ക് അറ്റ് ദിസ് ഗായ്സ്, എന്താ വ്യൂ, അടിപൊളിയായിരുന്നു, സൂപ്പർ വർത്ത്. നമ്മൾ ആ പോയത് വർത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം. അതായത് ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. കേശവൻപാറയുടെ മേളിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഗ്രീനറീസ്, ക്ലൗഡ്സ് ആൻഡ് അത് പോത്തുണ്ടി ഡാമാണ്. നമുക്ക് അധികം ആൾത്തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 8 പേര് അവിടെ കാണുള്ളൂ. ഇറ്റ്സ് വെരി ക്യൂട്ട് ആൻഡ് എന്താ പറയുക, ഭയങ്കര ക്വൈറ്റാണ്. ലൈക്ക് ഹീലിംഗ് ചെയ്യുന്നൊരു പോലെ. എനിക്കെപ്പോഴും നേച്ചറാണ് എന്നെ ഹീൽ ചെയ്യുക, അങ്ങനെ ഒരു തോന്നലുണ്ട്. അതായത് മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നിരിക്കാം. ദെൻ കുറച്ച് കാറ്റൊക്കെ കൊള്ളാം. ഈവനിങ് ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ദെൻ അവിടെ ഇങ്ങനെ ഒരു പോണ്ടൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് കിട്ടിയ ഒരു ഫ്രണ്ടാണ് ഈ ഒരു ബട്ടർഫ്ലൈ. നമ്മുടെ കൂടെ ഒരു വഴികാട്ടി പോലെ കുറേ ദൂരം കൂടി ഉണ്ടായിരുന്നു. സോ ഞാനൊന്ന് ഫിലിം ചെയ്തതാണ്.
ദെൻ നമ്മൾ അവിടെ നിന്ന് തിരികെ നടന്നു. നമുക്ക് എപ്പോഴും പോകുമ്പോഴുള്ള ആവേശം തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ തിരിച്ചു വന്നപ്പോൾ കുറച്ച് ടാസ്ക്കായിരുന്നു, കല്ലും മുള്ളും എന്നപോലെ, പക്ഷേ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദിസ് ഈസ് ഉണ്ണിക്കണ്ണൻ. ദെൻ നമ്മൾ നേരെ നെല്ലിയാമ്പതിക്കാണ് പോയത്. നെല്ലിയാമ്പതിയിൽ നല്ലൊരു കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയായിരുന്നു. ഫുൾ നമുക്ക് പാലക്കാട് വ്യൂ ചെയ്യണ പോലെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നെല്ലിയാമ്പതി വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്പോട്ട്. അപ്പോൾ കുറേ കുരങ്ങന്മാരൊക്കെ നമ്മൾ കണ്ടു അവിടെ. ഞങ്ങൾ സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ പൊത്തിപ്പിടിക്കും. ഹാവ് ഓൾ മൈ ഹാർട്ട്, മൈ ഗോഡ്, ദിസ് വ്യൂ. നമുക്കെപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരൊപ്പം യാത്ര പോകുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രത്യേക രസം തരുമല്ലേ, അതായത് നമ്മളെ ഒരു മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ. ദെൻ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മുടെ കുരങ്ങൻ, ഓ മൈ ഗോഡ്, ലിറ്ററലി ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം ദൈവം ഇത്ര അടുത്തൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഏതോ ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്ത കാരണം നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മിക്കവാറും അത് എൻ്റെ മടിയിൽ കയറിയിരുന്നേനെ, ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ രക്ഷപ്പെട്ടു. ഓ പേടിച്ചായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പറഞ്ഞാൽ അനുസരണയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. പൊക്കോന്ന് പറഞ്ഞപ്പോഴേക്കും അത് കാറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു. നിങ്ങളാരെങ്കിലും ഇത്രയും അടുത്ത് സിംഹവാലൻ കുരങ്ങനെ സൂലല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ദെൻ ഞങ്ങൾ ആക്ച്വലി ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത് മോർണിംഗ് 5:30 ആണെങ്കിലും വൈകിട്ട് ഞങ്ങളൊരു 4:30 തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഞങ്ങൾ കുറച്ച് പാനിപ്പൂരിയും മസാലപ്പൂരി, ബേൽപൂരി അങ്ങനെ ഒക്കെ ചാട്ട് ലവേഴ്സ് കൊടകര ഒരു പുതിയ സ്പോട്ടുണ്ട് ചാറ്റാൻചേൽ, അവിടേക്ക് വരിക. നമ്മളത് കഴിച്ചു. ദെൻ ഒരു 5:30 തന്നെ നമ്മൾ തിരിച്ച് കോടാലിയിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു കുട്ടി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.